So we bought something. I'll show you. സോ അപ്പം നമ്മളിതേ ഒരു പുതിയ റെഫ്രിജറേറ്റർ മേടിച്ചു. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വണ്ടിയോട് ചേർന്ന് വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2017 ചേട്ടൻ്റെ മാരേജിനോട് ചേർന്നിട്ടാണ് നമ്മൾ ആ ഒരു റെഫ്രിജറേറ്റർ മേടിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി. സോ അപ്പോൾ നമുക്ക് ഇപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണ്ടേ, ഫാമിലിയൊക്കെ വലുതായി, സോ സ്പേസ് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി. സോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ പുതിയ ഒരെണ്ണം വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ഷോപ്സിൽ പോയി നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള. പക്ഷേ നമ്മൾ ശാസ്താംകോട്ട പിട്ടാപ്പള്ളിയിൽ നിന്നാണ് നോർമലി പ്രോഡക്റ്റ്സ് ഒക്കെ ഹോം അപ്ലയൻസസ് ഒക്കെ മേടിക്കാറ്. സോ അപ്പോൾ നമ്മൾ ഇന്നലെ വീണ്ടും അവിടെ തന്നെ പോയപ്പോൾ കുറേ സെലക്ഷൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പഴയത് എക്സ്ചേഞ്ചും ചെയ്യണമായിരുന്നു. സോ ഇതേ നമ്മളിതേ ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ ആണ് മേടിച്ചത്. സോ അവർ ഇന്നലെ തന്നെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു നൈറ്റ്. പക്ഷെ നമ്മൾ പറഞ്ഞു വേണ്ട മോർണിംഗ് മതിയെന്ന്. മോർണിംഗ് നല്ല മഴയായിരുന്നു. പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞ ടൈം തന്നെ കൊണ്ട് ഡെലിവറി ചെയ്തു. കൊണ്ടുവന്ന 2 എക്സിക്യൂട്ടീവ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ അകത്തൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളായിട്ട് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, നമ്മൾ സ്ഥലവും സൗകര്യമൊക്കെ നോക്കിയിട്ട് വെച്ചോളാന്ന് പറഞ്ഞു. അവർ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് പോയി. ആൻഡ് ഭയങ്കര എന്താ പറയുക അടിപൊളി സർവീസാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൻ്റെ. അവരുടെ എന്താ പറയുക ആഡൊന്നും അല്ല കേട്ടോ. സോ നല്ല സർവീസാണ്. ബിക്കോസ് നമ്മളവിടുന്ന് കുറേ പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ട്. എന്താ പറയുക നമ്മളുടെ പഴയ റെഫ്രിജറേറ്ററിന് അവർ നല്ലൊരു എമൗണ്ട് തന്നു. ദെൻ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടിനാണ് നമുക്ക് തന്നത്. സോ അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടി ഇങ്ങനെ പുതിയൊരു സാധനം വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ എന്താ എങ്ങനെയാണ് ഇവിടുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇതിലൊരു ഐസ് ബോക്സ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ചേട്ടനും കുറേ ട്രൈ ചെയ്തു, ഞാനും കുറേ ട്രൈ ചെയ്തു. അവസാനം നമുക്ക് ജെമിനി ചേച്ചിയോട് ചോദിക്കേണ്ടി വന്നു. സോ ജെമിനി ചേച്ചി പറഞ്ഞു തന്നു. ആക്ച്വലി ജെമിനായി, ഞാൻ ജെമിനി എന്നാണ് വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല കുറേ ആൾക്കാർ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അപ്പം ജെമിനി ചേച്ചി പറഞ്ഞു തന്നു അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് ചന്ദ്രു ഇന്ദ്രു ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇതാണ് നമ്മളുടെ ന്യൂ റെഫ്രിജറേറ്റർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.